ഹരേ കൃഷ്ണ. ഈ വരുന്ന ഡിസംബർ 1 വൃശ്ചികം 15 ഗുരുവായൂർ ഏകാദശിയാണ്. ഒരുപാട് പ്രത്യേകതയുള്ള ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആചരിക്കുന്നത്. ഭഗവാന്റെ പ്രതിഷ്ഠാ ദിവസമാണ്. അതേപോലെ തന്നെ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിവസം കൂടിയാണ്. ഗുരുവായൂരിൽ ഏതാണ്ട് 48 മണിക്കൂർ നട തുറന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി സമയം. തലേ ദിവസം തന്നെ ഏകാദശി വ്രതം തുടങ്ങണം. ദശമിയുടെ അന്ന് വൈകുന്നേരം തൊട്ട് തുടങ്ങും. ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പാരണ വീടേണ്ടത്, അതായത് വ്രതം അവസാനിപ്പിക്കേണ്ടത്. ദ്വാദശിയുടെ അന്ന് വ്രതം അവസാനിപ്പിക്കുക. ഏകാദശിയുടെ അന്ന് പുലർച്ചെ രാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ജപിക്കുക. അഷ്ടോത്തര മന്ത്രങ്ങളും വിഷ്ണു സഹസ്രനാമങ്ങളും നാരായണീയ പാരായണവും ഒക്കെ അറിയാവുന്ന നാമങ്ങളും കീർത്തനങ്ങളും ജപിക്കുക. അതിനുശേഷം നമുക്ക് സാധിക്കുമെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ടാണ് നാം ഭക്തരുടെ സാഹചര്യം ഓരോന്നും തിരിച്ചറിയുന്ന ആളാണ് ആ ഭൂലോക വൈകുണ്ഠനാഥൻ, നമ്മുടെ ഗുരുവായൂരപ്പൻ. വ്രതങ്ങളിൽ കഠിന വ്രതങ്ങളുണ്ട്. നിർജ്ജല ഏകാദശി പോലെ ജലം പോലും സേവിക്കാതെ വ്രതം നോൽക്കുന്നവരുമുണ്ട്. എന്നാൽ തുളസി തീർത്ഥം, പഴവർഗ്ഗങ്ങൾ, ഇളനീർ ഇതൊക്കെ സേവിച്ചും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാവണം നമ്മുടെ വ്രതം നോക്കേണ്ടത്. എല്ലാവർക്കും ഏകാദശി വ്രതം നോൽക്കുവാൻ ഭഗവാൻ അനുമതിയും അനുഗ്രഹവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.